ഹലോ മക്കളെ, വെൽക്കം ടു മാത്സിഡോ. ഇറ്റ്സ് മീ ഷാദിൽ വിപി. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്രിസ്മസ് എക്സാം ഒക്കെ കഴിഞ്ഞ് വെക്കേഷനൊക്കെ ആസ്വദിച്ച് SSLC എക്സാമിന്റെ ചൂടിലേക്ക് 2026 കടക്കുന്ന മക്കളുടെ മുന്നിലേക്ക് മാത്സിഡോ SSLC മാത്തമാറ്റിക്സിലെ 11ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ജോമെട്രി ആൻഡ് ആൾജിബ്ര അല്ലെങ്കിൽ ജാമിതിയും ബീജഗണിതവും എന്ന ചാപ്റ്ററിന്റെ ഫുൾ കണ്ടന്റ്, ഫുൾ ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. സോ എല്ലാവരും ചെറിയ സമയത്തിനുള്ളിൽ ആ വലിയൊരു ചാപ്റ്റർ കയ്യിലാക്കാൻ എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. സോ ഈ ചാപ്റ്റർ തുടങ്ങുകയാണ്. ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുന്നേ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇത് ഫുള്ളായിട്ട് ഒരു ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ പഠിക്കാൻ പറ്റിയ ചാപ്റ്ററാണ്. അഥവാ കോർഡിനേറ്റ്സ് എന്ന 6ാമത്തെ ചാപ്റ്ററിന്റെ ബാക്കിയാണ്. അതേപോലെ തന്നെ കോർഡിനേറ്റ്സിലെ എക്സ് കോർഡിനേറ്റിന്റെ കാര്യങ്ങളെ പറ്റി പഠിച്ചാൽ നിങ്ങൾക്ക് വൈ കോർഡിനേറ്റിന്റെ കാര്യങ്ങളെ പറ്റി ഫ്രീ ആയിട്ട് സുഖസുന്ദരമായിട്ട് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. സോ സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യമായിട്ട് ജോമെട്രിന്റെ ആൾജിബ്രയിലുള്ള ആദ്യത്തെ കണ്ടന്റ് ആണ് പാരലലോഗ്രാം. ആദ്യം പാരലലോഗ്രാമിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. മലയാളത്തിൽ സാമാന്തരികം. ഈ സാമാന്തരികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സാമാന്തരികത്തിന്റെ പ്രോപ്പർട്ടീസ് പറയാണ്. ആദ്യമായിട്ട് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് ഓൾസോ പാരലൽ. എതിർവശങ്ങൾ തുല്യവുമാണ്, അതിനോടൊപ്പം തന്നെ സമാന്തരവുമാണ് എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. അതേപോലെ തന്നെ ഇവിടെ ഇത് രണ്ടും തുല്യവുമാണ്, ഒപ്പം സമാന്തരവുമാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എതിർകോണുകൾ. ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം കേട്ടോ. എതിർകോണുകൾ, ഇത് എക്സ് ആണെങ്കിൽ ഇതും എക്സ് ആയിരിക്കും. എതിർകോണുകൾ തുല്യമാണ്. അതേപോലെ തന്നെ എതിർകോണുകളുടെ ഈ രണ്ട് കോണും ഈ കോണുകളും, ഈ രണ്ട് കോണുകൾ തുല്യമായിരിക്കും. അതേപോലെ തന്നെ ഇതില് 90 ഡിഗ്രിയേക്കാൾ ചെറിയ രണ്ട് കോണുകളെ വിളിക്കുന്ന പേരാണ് അക്യൂട്ട് ആംഗിൾസ്. വലിയ രണ്ട് കോണുകളെ വിളിക്കുന്ന പേരാണ് ഒബ്റ്റ്യൂസ് ആംഗിൾ. 90 ഡിഗ്രി ആണെങ്കിൽ റൈറ്റ് ആംഗിൾ, 90നേക്കാൾ ചെറുതാണെങ്കിൽ അക്യൂട്ട് ആംഗിൾ, ക്യൂട്ട് എന്ന് പഠിച്ചാൽ മതി. 90 ഡിഗ്രിയേക്കാൾ വലുതാണെങ്കിൽ ഒബ്റ്റ്യൂസ് ആംഗിൾ. ഇനി നിങ്ങൾ ബേസിക് ആയിട്ട് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ടത് 4ാമത്തെ പോയിന്റ് ആണ്. 4ാമത്തെ പോയിന്റ് ഇതാണ്. ഒരു പാരലലോഗ്രാമിൽ 2 ഡയഗണൽ ഉണ്ട്, 1, 2 വികരണങ്ങൾ. ഈ 2 ഡയഗണൽസും ഈക്വൽ ആണെന്ന് നമ്മൾ ഒരിക്കലും അവകാശപ്പെടാൻ സാധിക്കില്ല. അത് ഈക്വൽ ആവണം എന്നില്ല. പക്ഷേ അതിനൊരു പ്രത്യേകത ഉണ്ട്. ദേ വിൽ ബൈസെക്ട് ഈച്ച് അതർ അറ്റ് എ പോയിന്റ്. അവരുടെ ഇന്റർസെക്ഷൻ പോയിന്റ് ആയിട്ടുള്ള ഒരു കോമൺ പോയിന്റിൽ ഇവ രണ്ടും കൂട്ടിമുട്ടുന്ന ആ ഇന്റർസെക്ഷൻ പോയിന്റിൽ ഇവ രണ്ടും തമ്മിൽ പരസ്പരം ബൈസെക്ട് ചെയ്യും, അല്ലെങ്കിൽ തുല്യമായി സമഭാഗം ചെയ്യപ്പെടും. അഥവാ ഇത് കണ്ടാലും വലുതല്ലേ, ഇതിപ്പോ ടോട്ടൽ 20 ആണെന്ന് കരുതിക്കോ. അപ്പൊ ഇത് മുതൽ ഇങ്ങോട്ട് 10ഉം ഇവിടുന്ന് അങ്ങോട്ട് 10ഉം ആയിരിക്കും, മറക്കണ്ട. അതേപോലെ തന്നെ ഈ ഒരു ഡയഗണൽ 8 ആണെന്ന് കരുതിക്കോ. അപ്പോ പകുതിക്ക് ഇങ്ങോട്ട് 4ഉം ഇവിടുന്ന് അങ്ങോട്ട് 4ഉം ഇക്കാരം. ദാറ്റ് മീൻസ് ഇവ രണ്ടുപേരും കൂട്ടിമുട്ടുന്ന പോയിന്റിൽ വെച്ച് ഇവ രണ്ടുപേരും ബൈസെക്ട് ചെയ്യപ്പെടും, അല്ലെങ്കിൽ ആ 2 ഡയഗണൽസിന്റെയും മിഡ് പോയിന്റ്, മധ്യബിന്ദു ഒരൊറ്റ പോയിന്റ് ആയിരിക്കും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ദെൻ വി ആർ മൂവിങ് ടു ദി ടോപ്പിക്. ഈ ടോപ്പിക്കിൽ പാരലലോഗ്രാമുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ച് പാരലലോഗ്രാമുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു പാരലലോഗ്രാമിന്റെ ഒരു വെർട്ടെക്സ് x1 y1, അടുത്ത വെർട്ടെക്സ് x2 y2, അടുത്ത വെർട്ടെക്സ് x3 y3 ആണെങ്കിൽ 4ാമത്തെ വെർട്ടെക്സ് എങ്ങനെ കാണുകയെന്നറിയോ? സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 4ാമത്തെ വെർട്ടെക്സ് കാണാൻ 2ഉം 3ഉം 4ഉം ട്രിക്കുകളുണ്ട്. അഥവാ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിന്റെ രണ്ടിന്റെയും മിഡ് പോയിന്റ് സെയിം ആണെന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ട്രിക്കുകളാണ്. ഈ ട്രിക്കുകൾ മാത്രം പഠിച്ചാൽ മതി. സോ ഇവിടെ നോക്കാം. ആദ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഇങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കണ്ട് ഞാൻ കണ്ട് പഠിപ്പിച്ചു തരാം. 2ഓ 3ഓ ട്രിക്കുകളുണ്ട്, രണ്ടും ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചിരുന്നോളൂ. ആദ്യമായിട്ട് ഞാൻ പറയാണ്, ഇവിടെയുള്ള കോർഡിനേറ്റ്, ഈ 3 കോർഡിനേറ്റ് നിങ്ങൾക്കറിയാം. 4ാമത്തെ കോർഡിനേറ്റ് ആണ് കാണാനുള്ളത്. സോ നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ. ഓക്കെ, സ്റ്റാർട്ട്. നോക്കിക്കോ. ഇപ്പോ 4 വെർട്ടെക്സുകളാണുള്ളത്. അതിൽ എയുടെ ഓപ്പോസിറ്റ് അല്ലേടാ മക്കളെ സി കിടക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയാണ് എയും സിയും ഒരു ടീമാണെന്ന് പറയാം. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ ബിയുടെ ഓപ്പോസിറ്റ് അല്ലേടാ മക്കളെ ഡി കിടക്കുന്നത്. അതുകൊണ്ട് ബിയും ഡിയും അടുത്ത ടീം. ഓക്കെ ആണല്ലോ. ഒരു കൺസെപ്റ്റാ പറഞ്ഞത്. ഇതില്
ഇന്ന് ഡി ആബ്സെന്റ് ആണെന്ന് എഴുതിക്കോ. ഇന്ന് ഡി ആബ്സെന്റ് ആണ്. ഡീനെ നമുക്ക് അറിയില്ലല്ലോ, ഡിയുടെ കോർഡിനേറ്റ് നമുക്ക് കാണാനല്ലോ. ഡി എന്ന ആബ്സെന്റ് ആണ്. ഇപ്പൊ ഡി ഇന്ന് ആബ്സെന്റ് ആണ്, ഡി ഇന്ന് ആബ്സെന്റ് ആണ്. അപ്പൊ ആരൊറ്റക്കായി? ബി ഒറ്റക്കായില്ലേ, ബി ഒറ്റക്കായില്ലേ, ബി ഒറ്റക്കായില്ലേ. അപ്പൊ ബി ഒറ്റക്കായത് കണ്ടിട്ട് എയും സിയും കൂടി കൂടി ബീനെ തല്ലാൻ വരികയാണ്. ഇതാണ് കൺസെപ്റ്റ്. ഇതാണ് പഠിച്ചു വെച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ. എയും സിയും പാടെ ബിയെ തല്ലാൻ വരികയാണ്. തല്ല് കിട്ടുക നല്ല കാര്യമൊന്നുമല്ലല്ലോ. അതുകൊണ്ട് ബിക്ക് കിട്ടണത് കൊണ്ട് ബീന്റെ മുന്നിൽ നെഗറ്റീവ്. അപ്പോൾ എയും സിയും കൂടി ബീനെ തല്ലാൻ വരും. ഈ കൺസെപ്റ്റ് കൊണ്ട് പഠിച്ചു വെച്ചാൽ മതി. നോക്കാം. ശ്രദ്ധിച്ചിരുന്നു. ഇവിടുത്തെ എ എന്താണ്? ഇവിടെയുള്ള എ എന്താണ്? 7 അല്ലേ. ഇവിടെയുള്ള എ അല്ല, സോറി, എക്സ് എന്താ? എക്സ് 7 അല്ലേ. ഇവിടെയുള്ള എക്സ് എന്താ? 10 അല്ലേ. ഇവിടെയുള്ള എക്സ് എന്താ? 3 അല്ലേ. ഈ കോർഡിനേറ്റിന്റെ എക്സ് പിടിക്കട്ടെ. സിമ്പിളാ. എയും സിയും ടീമാണ് അല്ലെ. എയുടെ വക 7 തല്ല്, സിയുടെ വക 10 തല്ല്. ടോട്ടൽ എത്ര തല്ല് പ്ലാൻ ചെയ്തിട്ടുണ്ട്? 17 തല്ല്. അതില് ബി എത്ര എണ്ണം കൊള്ളും? 3 എണ്ണം ബി നിന്നോടുത്ത് കണ്ട് കൊള്ളും. 7ഉം 10ഉം 17 തല്ല് എയും സിയും കൂടി തല്ലുകയാണ്. അപ്പൊ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് ബീന്റെ അടുത്തേക്ക് രണ്ട് ഭാഗത്തുനിന്നും കൂടി വരികയാണ് അടിക്കാന്. അപ്പൊ അതിൽ 17 തല്ല് പ്ലാൻ ചെയ്തില്, 7ഉം 10ഉം 17 തല്ല് പ്ലാൻ ചെയ്തില് ആകെ ഒരൊറ്റ 3 തല്ല് മാത്രമേ നമുക്ക് എന്താട്ടാൻ പറ്റുള്ളൂ? ബിയുടെ കയ്യിൽ നിന്ന് കിട്ടുള്ളൂ, ബിക്ക് കിട്ടുള്ളൂ. ബാക്കിയുള്ള 14 തല്ല് ബാക്കിയല്ലേ. 17 തല്ലിൽ 3 തല്ല് കിട്ടിയപ്പോ ഇതിന് ബിയുടെ ബോധം പോയി. ബാക്കിയുള്ള 14 തല്ല് ആർക്ക് കൊടുക്കുക? ഡിക്ക് കൊടുക്കുക. ഡിക്ക് കൊടുക്കുക. 14 തല്ലിട്ടുമ്പോൾ ഇതിന് ചാകും. നോക്കിക്കോളെ. ഏതായാലും എയുടെ കോർഡിനേറ്റ് എക്സ് കോർഡിനേറ്റ് 7, സിയുടെ എക്സ് കോർഡിനേറ്റ് 10, അഥവാ കൊടുത്ത തല്ല് 7ഉം 10ഉം 17. അതിൽ ബി വാങ്ങിയത് 3 ആണെങ്കിൽ ബാക്കിയുള്ള 14 തല്ല് ആര് വാങ്ങിക്കോളൂടാ? ഡി വാങ്ങിക്കോളൂട്ടോ. സോ ഇതാണ് കൺസെപ്റ്റ്. സോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതേപോലെയാണ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇനി വേറൊരു ട്രിക്ക് കൂടിയുണ്ട്, വേറൊരു ഐഡിയ കൂടിയുണ്ട്. ഇങ്ങനെയും ചെയ്യാം എന്നുള്ളത് ഓർത്തു വെക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ പറയാണ്, നോക്കിക്കോ. ഇവിടെയുള്ള എക്സ് 3 അല്ലേടാ, ഇവിടെയുള്ള എക്സ് 7 അല്ലേടാ. ഈ ഒരു ലൈന് മാത്രം നോക്കണേ. ഇവിടെയുള്ള എക്സ് 3യിൽ നിന്ന് 7ലേക്ക് എത്താൻ എത്ര കൂട്ടിയിട്ടുണ്ട്? 4 കൂട്ടിയിട്ടുണ്ട്. ഇവിടെ 3 ആണ്, ഇവിടെ 7 ആണ്. 3യിൽ നിന്ന് 7ലേക്ക് എത്താൻ 4 കൂട്ടിയിട്ടുണ്ട്. അതേ 4 ഇവിടത്തെ എക്സിലേക്ക് കൂട്ടിയൊക്കെ 10ലേക്ക് 4 കൂട്ടിയാൽ 14 ആണോ അല്ലെ? വൈ എന്താ വരിക? അതേപോലെ തന്നെ വൈ ട്ടോ. ഇവിടുത്തെ വൈ എന്താ? 8, 6, 5. ഇവിടെ എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ എക്സ് കിട്ടി 14 ആണെന്നുള്ളത് കിട്ടി. വൈ എന്താ നോക്കാം. ഒന്ന് കിഞ്ച മറ്റേ ട്രിക്ക് ഏതാ? എയുടെ വക 8 തല്ല്, സിയുടെ വക 6 തല്ല്. ടോട്ടൽ 8ഉം 6ഉം 14 തല്ലുമായിട്ട് ബിയുടെ അടുത്തേക്ക് പോയപ്പോ 5 എണ്ണം നിന്നണ്ട് കൊള്ളും ബി. ആണോ അല്ലേ? ബാക്കിയുള്ള 9 തല്ല് ഡി കൊള്ളുക. ഓക്കെ ആണല്ലോ? അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എന്താ? ഇവിടെയുള്ള വൈ 5, ഇവിടെയുള്ള വൈ 8. 5ൽ നിന്ന് 8ലേക്ക് എത്ര കൂട്ടിയിട്ടുണ്ട്? 3 കൂട്ടിയിട്ടുണ്ട് അല്ലെ. അതേപോലെ തന്നെ ഇവിടെയുള്ള വൈയിലേക്ക് 3 കൂട്ടി നോക്കൂ. 6ലേക്ക് 3 കൂട്ടിയാൽ 9. ആണോ അല്ലേ? എങ്ങനെ ചെയ്താലും ആൻസർ കിട്ടും. ചെയ്ത് നോക്കുക. ഇത് 100% ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത അടുത്ത പോയിന്റ് ആണ് മിഡ് പോയിന്റ് അല്ലെങ്കിൽ മധ്യബിന്ദു. മധ്യബിന്ദു എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കുക. ഏതെങ്കിലും 2 പോയിന്റുകളുടെ മധ്യബിന്ദു അല്ലെങ്കിൽ മിഡ് പോയിന്റ് എങ്ങനെയാണ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാനൊരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇവിടെ 3 ആൾക്കാരിൽ ഈ ഒരു പോയിന്റും തമ്മിൽ നമ്മൾ ലൈന് വരച്ചാൽ ഇതിന് രണ്ടിൽ നിന്നും ഒരേ അകലത്തിൽ സെന്ററിൽ നിൽക്കുന്ന ആളല്ലേടാ മിഡ് പോയിന്റ്. ആണോ അല്ലേ? ഇത് തന്നെയാണ് അവിടുത്തെ മിഡ് പോയിന്റിന്റെ കൺസെപ്റ്റും പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. ഇവിടെ ഞാനൊരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ് എടുത്തു. ഇത് x1 y1, ഇത് x2 y2. സോ ഇതിന്റെ രണ്ടിന്റെയും മിഡ് പോയിന്റ് ആണ് നമ്മൾ കാണേണ്ടത്. ആണോ അല്ലേ? കാണുന്നതിന് മുന്നേ ആയിട്ട് ശ്രദ്ധിച്ച് കേട്ടോളൂ. എങ്ങനെ കാണാൻ നോക്കാം. അതിന് മുമ്പേ ആയിട്ട് വളരെ വൃത്തിയായിട്ട് നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്. 3ന്റെയും ഇപ്പൊ നമ്പർ ലൈൻ ഞാൻ വരയ്ക്കുകയാണ്. ഇത് 3, ഇത് എത്രയെന്ന് ഞാൻ പറയണില്ല. ഇത് 5 ആണ്. ഈ 3ന്റെയും 5ന്റെയും മിഡ് പോയിന്റ് ആരായിരിക്കും? 4 അല്ലേ? അതെങ്ങനെ കണ്ടതിന് മനസ്സിലാവും. പക്ഷെ അത് കാണാനുള്ള ഐഡിയ ഇതാണ്. 3ഉം 5ഉം കൂട്ടിയാൽ എത്രയടാ? 3ഉം 5ഉം കൂട്ടിയാൽ എത്രയടാ? 8 അല്ലേ? 8ന്റെ പകുതി അല്ലേടാ മക്കളെ 4 വരുന്നത്. ആണോ അല്ലേ? അഥവാ അപ്പുറത്തുള്ള കൂട്ടുക. മിഡ് ടേം ഈക്വൽ ടു സം ബൈ നമ്പർ എന്നൊക്കെ പഠിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഇപ്പുറത്തുള്ള കൂട്ടുക, എന്നിട്ട് അതിന്റെ പകുതി തന്നെയാണ് ഇവിടെ 2 എണ്ണത്തിന് ചെയ്യേണ്ടി വരും. എക്സിനും വൈക്കും സെപ്പറേറ്റ് ചെയ്യേണ്ടി വരുന്നല്ലാതെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് ഇതുകൊണ്ടില്ല. നോക്കാം എങ്ങനെ ചെയ്യാൻ നോക്കാം. സോ ഇപ്പൊ നോക്കിക്കോ. 2 പോയിന്റ്
ഇപ്പോൾ ഫസ്റ്റത്തെ പോയിന്റ് ആണ് x1y1, അടുത്ത പോയിന്റ് ആണ് x2y2. ഇതിന് രണ്ടിന്റെ മിഡ് പോയിന്റ് കാണണം. ഇതിന്റെ കോർഡിനേറ്റ് ആണ് നമുക്ക് കിട്ടേണ്ടത്. സിമ്പിൾ ആണ്. അതിന് മുന്നേറ്റ് ഞാൻ ഈ എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചു കേട്ടോളൂ. സോ ഇവിടുത്തെ y x എന്താ 2 അല്ലേ, ഇവിടുത്തെ x എന്താ 4 അല്ലേ. 2ന്റെയും 4ന്റെയും മിഡ് പോയിന്റ് ഏതായിരിക്കും? എങ്ങനെ ചെയ്യാം? 2ഉം 4ഉം കൂട്ടുക. ഇതിന്റെ രണ്ടിന്റെ മിഡ് പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് ആണ് കിട്ടുന്നത്. 2ഉം 4ഉം കൂട്ടുക. 2ഉം 4ഉം കൂട്ടിയാൽ 6 അല്ലേ. 6ന്റെ പകുതി 3 ആണോ അല്ലേ. ഇതേപോലെ തന്നെ y എങ്ങനെ ചെയ്യാം? ഇവിടുത്തെ y എന്താ 6, ഇവിടുത്തെ y എന്താ 8. 6ന്റെയും 8ന്റെയും മിഡ് പോയിന്റ് ഏതായിരിക്കും? 6ഉം 8ഉം കൂട്ടുക. 6ഉം 8ഉം കൂട്ടിയാൽ 14 അല്ലേടാ. 14ന്റെ പകുതി എത്രയടാ? 7 അല്ലേ. ആണോ അല്ലേ. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ. എങ്ങനെ ഇക്വേഷൻ ചെയ്യാം എന്നുള്ളത് നോക്കിക്കോ. പ്ലീസ് ലിസൺ ഹിയർ. ഇവിടെ ശ്രദ്ധിക്കുക. 2 പോയിന്റ്, ഒരു പോയിന്റ് x1y1, അടുത്ത പോയിന്റ് x2y2 ആണെങ്കിൽ ഇതിന്റെ രണ്ടിന്റെ മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ് കാണണം എന്നുണ്ടെങ്കിൽ സിമ്പിൾ ആണ്. x1ഉം x2ഉം കൂട്ടുക. x1ഉം x2ഉം കൂട്ടുക. എന്നിട്ട് അതിന്റെ പകുതി. ആണോ അല്ലേ. ഇതേപോലെ തന്നെ എക്സ് പഠിച്ചാൽ y കിട്ടിയില്ലേടാ. y ഇതേപോലെ തന്നെ y1ഉം y2ഉം കൂട്ടുക, എന്നിട്ട് അതിന്റെ പകുതി. ഇതായിരിക്കും മിഡ് പോയിന്റിന്റെ കൺസെപ്റ്റ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയാടാ ചെയ്യാ? ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാ? ക്വസ്റ്റ്യൻ വായിച്ചു നോക്കടാ. എ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് എ ലൈൻ ജോയിനിങ് 2, 3 and 6y as diameter. What are the coordinates of the center of the circle? അഥവാ 2, 3, 6, 5 എന്നീ പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു വരയെ ഡയമീറ്റർ ആക്കി, വ്യാസമാക്കി ഞാനൊരു വൃത്തം അല്ലെങ്കിൽ സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സർക്കിളിന്റെ സെന്റർ എങ്ങനെ കാണാം നോക്കിക്കോ. ഞാൻ റഫായിട്ട് ഒരു സർക്കിൾ വരച്ചു തരാം. സോ ഈ സർക്കിളിന്റെ ഒരു ഡയമീറ്ററിന്റെ ഒരു പോയിന്റ് ആണ് 2,3. അതേപോലെ തന്നെ അടുത്ത പോയിന്റ് ആണ് 6,5. ഇതിന് രണ്ടും കണക്ട് ചെയ്യുന്ന ഒരു വര ഞാൻ വരച്ചിട്ട് ഇതാണ് ഇവിടുത്തെ ഡയമീറ്റർ. അപ്പൊ ഇതിന്റെ സെന്ററിലല്ലേടാ മക്കളെ, അല്ല ഇതിന്റെ മിഡ് പോയിന്റിലേടാ മക്കളെ സെന്റർ എന്താ വരിക? സെന്റർ എന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റ് അല്ലേ, ഡയമീറ്ററിന്റെ മിഡ് പോയിന്റ് ആണ്. അഥവാ സെന്റർ എന്ന് ആലോചിച്ചണ്ട. മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ് എന്താ ഞാൻ പറഞ്ഞത് ഓർമ്മ ഉണ്ടല്ലോ. x1 + x2/2, y1 + y2/2. എങ്ങനെയാടാ വരിക? പറഞ്ഞാണി എന്താ വരിക? ഇവിടുത്തെ x എന്താ 2, ഇവിടുത്തെ x എന്താ 6, 2 + 6/2. അതേപോലെ തന്നെ y എന്താ 3 പ്ലസ് ഇവിടുത്തെ y എന്താ 5 /2. സോ ദാറ്റ് ആൻസർ ഈസ് 2, 6, 8, 8ന്റെ 14. ഇവിടെ 3, 5, 8, 8ന്റെ 14, 4, 4 ആയിരിക്കും ഈ സെന്ററിന്റെ കോർഡിനേറ്റ് വരിക. ഇതാണ് കൺസെപ്റ്റ്. മറക്കരുത്. സിമ്പിൾ ആണ്. ദെൻ ഇതെങ്ങനെയാ ചെയ്യുക? നമ്മൾ ഇതുവരെ ചെയ്ത 2 പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ 2 കൺസെപ്റ്റുകൾ മിക്സ് ചെയ്ത് കണ്ടുള്ള ഒരു പ്രോബ്ലം ആണ്. സോ ഇതിൽ ഞാനൊരു ഐഡിയ ആണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ കുറച്ച് ലൈൻസ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് തരാം. നോക്കിക്കോ. ഞാൻ ഇവിടെ ഒരു ലൈന് കണ്ടോ. ഈ ലൈനുകൾ മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാണ്. ഇവിടെ ഇട്ടു. സോ നോക്കിക്കോ. സുധേൻ ഇവിടെ എടാ ഒരു പാരലോഗ്രാം അല്ലേ, ഒരു പാരലോഗ്രാമിന്റെ 4ാമത്തെ വെർട്ടെക്സ് കാണാൻ നിങ്ങൾക്ക് അറിയില്ലേ? ഞാൻ പഠിപ്പിച്ചെന്നല്ലേ എങ്ങനെയാടാ 4ാമത്തെ വെർട്ടെക്സ് കാണുക? ട്രിക്ക് ഇതാണ്. ബി അല്ലേ എന്ന് കാണാനില്ലാത്തത്. ബിന്റെ നേരെ ഓപ്പോസിറ്റ് ആരാടാ? 6 എന്ന് ഒറ്റക്കായില്ലേ. 6ന് അടിക്കാൻ ആരൊക്കെ വരും? ബാക്കിയുള്ള 2 ആൾ കൂടി വരില്ലേ? പിയും 6ഉം കൂടി വരില്ലേ? പിയുടെ എക്സ് എന്താ? 3 അല്ലേ. ക്യൂവിന്റെ എക്സ് എന്താ 4 അല്ലേ. 3ഉം 4ഉം എത്ര തല്ല്? 3ഉം 4ഉം എത്ര തല്ല്? 7 തല്ല് പ്ലാൻ ചെയ്തിട്ടില്ലേ? അതിൽ എത്ര 6 കൊള്ളുക? 5 6 കൊള്ളു. ബാക്കിയുള്ള 2 എണ്ണം 7ന്ന് 5 പോയാൽ ബാക്കി 2 എണ്ണം ആര് കൊള്ളണം? ബി കൊള്ളണം. ആണോ അല്ലേ? ഇതേപോലെ തന്നെ y നോക്കി കാണി. ഇവിടുത്തെ y എന്താ 3, ഇവിടുത്തെ y എന്താ 2, ഇവിടുത്തെ y എന്താ 4. 3, 2, 5 തല്ല്. 5ൽ 4 എണ്ണം നിന്നറ് കൊള്ളും 6. 5ൽ 4 പോയാൽ ബാക്കി 1 തല്ല് ബാക്കിയുണ്ട്. നാളെ ബി കൊടുക്കുക. ഇതാണ് കൺസെപ്റ്റ്. ഇതേപോലെ തന്നെ ഞാൻ കുറച്ചും കൂടി കാര്യങ്ങൾ ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് തരാം. നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടിക്കോളും. സോ ഇങ്ങോട്ട് നോക്കിക്കോളൂ. ഞാൻ വരച്ച വരകളൊക്കെ ഒന്ന് വായിച്ചാണ്. നോക്കിക്കോ. ഈ വരകളില് ഞാൻ കുറച്ചും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കുറച്ച് വരകൾ കൂടി വരച്ചു തരികയാണ്. ഇതാ ഇതിന്റെ മേലക്കൂടെ തന്നെ വരച്ചു തരികയാണ്. നോക്കോ. ഈ ചിത്രം കണ്ടു എന്ന് പ്രതീക്ഷിക്കണം. ഇപ്പൊ ഈ മഞ്ഞ കളറിൽ അടുത്തൊരു പാരലോഗ്രാം കൂടിയും കിട്ടിയിട്ടുണ്ട്. ആ ചിത്രം വരച്ച സമയത്ത് ചെറിയ പിഴവുകളുണ്ട്. സോ
നോക്കാം നോക്കാം. അപ്പൊ ഈ നാലാമത്തെ വെർട്ടെക്സ് ആണ് കാണാനുള്ളത്. നാലാമത്തെ വെർട്ടെക്സ് എങ്ങനെ കാണും എന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കുന്നത്. എന്താ കാട്ടേണ്ടത്? സി ഇന്ന് ആബ്സെന്റ് ആണ്. അപ്പൊ സിന്റെ ഓപ്പോസിറ്റിലെ പി ഒറ്റക്കായി. പിന്നെ തല്ലാൻ ആരൊക്കെ വരും? ആറും ഓപ്പോസിറ്റിലുള്ള ക്യൂവും വരും. ആറും ക്യൂവും ടീം പി ഒറ്റക്കാണ്. സോ ആറിന്റെ വക 5 തല്ല്, ക്യൂവിന്റെ വക 4 തല്ല്, 5 4 9 തല്ല്. അതിൽ 3 പി നിന്നത് കൊള്ളും, ബാക്കിയുള്ള 6 സി കൊള്ളുക. അതേപോലെ തന്നെ 4 2 കൂട്ടിയാൽ 6, അതിൽ 3 പോയ 3. ഇവിടെ അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞതാ. ഇവിടെ ഇത് മാത്രം നോക്കി വെക്കാം കേട്ടോ. ഇത് മാത്രം നോക്കി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് അനദർ പാരലോഗ്രാം. ഇതും പാരലോഗ്രാമിന്റെ കൺസെപ്റ്റ് വെച്ച് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ 4 5 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. സോ അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ട്രയാങ്കിളിന്റെ പോയിന്റ്സ് വരുന്നത്. ഇവിടെ എന്താ വരുന്നത്? ഇവിടെ നിങ്ങളെ കൺസെപ്റ്റ് വെച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 3 7 2 1. യെസ്. സോ ദെൻ 4 5 2 1 6 3 എന്ന് കിട്ടുക. ഇതെന്താ വരിക? എടാ പിന്നെ ചോദിച്ചിരിക്കുന്നത് എ ക്യൂവിന്റെയും പി ആറിന്റെയും മീറ്റിംഗ് പോയിന്റ് അല്ലേ? എ ക്യൂ ഇതല്ലേടാ, പി ആർ ഇതല്ലേടാ. ഈ ഒരു പാരലോഗ്രാമിന്റെ ഡയഗണൽസ് അല്ലേ? ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു പാരലോഗ്രാമിന്റെ ഡയഗണൽസ് മീറ്റ് ചെയ്യുന്നത് അവരുടെ രണ്ടുപേരുടെയും മിഡ് പോയിന്റിലായിരിക്കും എന്നുള്ളത്. അല്ലെ, ഒന്നുകിൽ നിങ്ങൾ പി ആറിന്റെ മിഡ് പോയിന്റ് കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ പി ആറിന്റെ മിഡ് പോയിന്റ് കാണാം, അല്ലെങ്കിൽ എ ക്യൂവിന്റെ മിഡ് പോയിന്റ് കാണാം. എങ്ങനെ ചെയ്തൊരു ആൻസർ കിട്ടും? പി ആറിന്റെ മിഡ് പോയിന്റ് എന്താ വരിക? പിയുടെ മിഡ് പോയിന്റ് എക്സ് 3, എക്സ് ഇവിടുത്തെ 5, 3ഉം 5ഉം കൂട്ടിയ 8, അതിന്റെ പകുതി 4 വരും. അടുത്തത് ഇത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ്. അതേപോലെ തന്നെ വൈ 3ഉം 4ഉം കൂട്ടിയ 7, 7ന്റെ പകുതി 3.5. സോ ഇത്രയും പോയിന്റ്സ് ആണ് ഇവിടെ കിട്ടുക എന്നുള്ളത് മനസ്സിലാക്കുക. അതൊക്കെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് മിഡ് പോയിന്റിന്റെ കൺസെപ്റ്റ് വെച്ച്. സോ ഇതെങ്ങനെ തെളിയിക്കുക? സിമ്പിൾ ആണ്. ഇത് നമ്മൾ പറഞ്ഞ അതേ കൺസെപ്റ്റ് ആണ്. എന്താ ഒരു പാരലോഗ്രാം എങ്ങനെ പ്രൂവ് ചെയ്യുക? ഇതിന്റെ ഒരു ഡയഗണലാണ് 1 3, അടുത്തതാണ് 8 6, അടുത്തതാണ് 12 13, അടുത്തതാണ് 5 10. അഥവാ എ ബി സി ഡി അല്ലേ? സോ ഇങ്ങനെ ചെയ്യാം. സിമ്പിൾ ആട്ടോ. ഇതിന്റെ ഡയഗണലിന്റെ മിഡ് പോയിന്റ് എങ്ങനെ കാണാം? മിഡ് പോയിന്റ് ഓഫ് എ സി എന്ന ഡയഗണലിന്റെ മിഡ് പോയിന്റ് എന്താ വരിക? എന്താ ചെയ്യുക? എയുടെ എക്സ് കോർഡിനേറ്റ് 1, സിയുടെ എക്സ് കോർഡിനേറ്റ് 12, രണ്ടും കൂടി കൂട്ടിയിട്ട് പകുതി. അതേപോലെ തന്നെ വൈ കോർഡിനേറ്റ് 3 + 13/2. ഇങ്ങനെ ചെയ്താൽ മതി. യു വിൽ ഗെറ്റ് 6.5,8 എന്ന് കിട്ടും. ആണോ അല്ലേ? അതേപോലെ തന്നെ എങ്ങനെയാണ് മിഡ് പോയിന്റ് ഓഫ് ബി ഡി കാണുക? ബി ഡി അടുത്ത ഡയഗണൽ അല്ലേ? ഈ രണ്ട് ഡയഗണലും കൂടി കൂട്ടിമുട്ടുന്ന ഒരു ഒറ്റ പോയിന്റിലായിരിക്കും. അതാണ് മിഡ് പോയിന്റ്. അതൊരൊറ്റ പോയിന്റിലാണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ രണ്ടിന്റെയും മിഡ് പോയിന്റ് സെയിം ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. രണ്ടും കൂട്ടിമുട്ടുന്നത് രണ്ടിന്റെയും മിഡ് പോയിന്റിൽ തന്നെയാണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. ഇതും കൂട്ടിമുട്ടുന്ന പോയിന്റ് കാണാന്ന് പറഞ്ഞാൽ ബിയുടെ എക്സും വൈയും കൂട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഓൾസോ 6.5,8. സോ രണ്ടും കൂട്ടിമുട്ടുന്ന ആ ഒരു കോമൺ പോയിന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ലൈനിന്റെയും മിഡ് പോയിന്റ് ആണ്. ദാറ്റ് മീൻസ് ദ ഡയഗണൽസ് വിൽ ബൈസെക്ട് ഈച്ച് അതർ. ഇതാണ് കൺസെപ്റ്റ്. സോ ദെൻ ഇത്ര എഴുതിയാൽ മതി കേട്ടോ. സോ സിൻസ് ദ ഡയഗണൽസ് ബൈസെക്ട്സ് ഈച്ച് അതർ, ദ ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി ഇസ് എ പാരലലോഗ്രാം, അല്ലെങ്കിൽ ഒരു സമാന്തരികമാണ്. ഇനി ദ സെന്റർ ഓഫ് ദ പിന്നെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ വികരണങ്ങളാണിട്ടത്. ഇത് വികരണങ്ങളാണ്. ഈ വികരണങ്ങൾ പരസ്പരം സമഭാഗം ചെയ്യുന്നതിനാൽ എ ബി സി ഡി ഒരു സമാന്തരികമാണെന്ന് എഴുതി വെച്ചാൽ മതി ലാസ്റ്റ്. സോ ദെൻ അടുത്തത് ദ സെന്റർ ഓഫ് ദ സർക്കിൾ ഈസ് നോക്കിക്കോ is 1 2 and a point on it is 3 5. Find the coordinates of the other end of the diameter through the point. ഇങ്ങോട്ട് നോക്കിക്കോ, ഇതൊരു സർക്കിൾ ആണ്. ഈ സർക്കിളിന്റെ ഡയമീറ്റർ ഇങ്ങനെയാണ് വരുന്നത്. ഈ ഡയമീറ്റർ തന്നെ ഒരു പോയിന്റ് 3 5 ആണ്. സർക്കിളിലൊരു പോയിന്റ് ആണ്. അതേപോലെ തന്നെ ഒരു സർക്കിളിന്റെ സെന്റർ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 1 2 ആണ്. ഡയമീറ്ററിന്റെ അതർ എൻഡ് എന്താന്നുള്ളതാണ് ചോദ്യം. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യാം? അങ്ങോട്ട് പോയിക്കോ. പ്ലീസ് ലിസൺ ഹിയർ. ഇവിടെ 1,2, ഇവിടെ എന്താ 3,5, ഇവിടെ എന്താ നല്ലതാണ് ചോദ്യം. ഇവിടത്തെ എക്സ് എന്താ 1 അല്ലേ? ഇവിടത്തെ എക്സ് എന്താ 3 അല്ലേ? അഥവാ സെന്ററിലുള്ള പോയിന്റിന്റെ എക്സിൽ നിന്ന് സർക്കിളുള്ള പോയിന്റിലേക്കുള്ള എക്സിന്റെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ 2 അല്ലേ?
അതേ ചേഞ്ച് തന്നെ ഇങ്ങോട്ടും വരിക. ഇങ്ങോട്ട് കൂട്ടുകയാണെങ്കിൽ ലെഫ്റ്റിലേക്ക് കുറക്കുക. സിമ്പിൾ ആണ്. അഥവാ 1ൽ നിന്ന് 3ലേക്കുള്ള ദൂരവും 1ൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരവും സെയിം ആയിരിക്കും. അഥവാ 1ൽ നിന്ന് 3ലേക്ക് എത്താൻ 2 കൂട്ടിയാൽ 1ൽ നിന്ന് ഇങ്ങോട്ടെത്താൻ 2 കുറച്ചാൽ മതി. 1ൽ നിന്ന് 2 കുറച്ചാൽ 1 - 2 -1 കിട്ടും. അതേപോലെ തന്നെ ഇതേ കൺസെപ്റ്റ് വെച്ച് എങ്ങനെ ചെയ്യാം? y എന്താ അവിടെ 2 അല്ലേ? 2ൽ നിന്ന് ഇവിടുത്തെ y 5ലേക്ക് എത്താൻ നമ്മൾ എത്ര കൂട്ടി? 3 കൂട്ടിയില്ലടാ. അതേ 3 ഇങ്ങോട്ട് കുറച്ച് നോക്കടാ. 2ൽ നിന്ന് 3 കുറച്ചാൽ എത്ര? വീണ്ടും -1. സിമ്പിൾ അല്ലേ? ഇതാണ് കൺസെപ്റ്റ്. -1 അഥവാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്തൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ടോ അതേ ചേഞ്ച് തന്നെ ആയിരിക്കും അങ്ങോട്ട് കൂട്ടുകയാണെങ്കിൽ ഇങ്ങോട്ട് കുറക്കുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനിയാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നത്. റേഷ്യോ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എക്സാമിന് പ്രതീക്ഷിച്ചുകൊണ്ടു. ഇതാണ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് ഡിവൈഡിങ് ദ ലൈൻ ജോയിനിങ് ദ പോയിന്റ്സ് a x1 y1 ആൻഡ് b x2 y2 ഇൻ ദ റേഷ്യോ m:n. അഥവാ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഒരു ലൈനിനെ കറക്റ്റ് സെന്ററിലൂടെ മുറിക്കുക പറയുമ്പോൾ 1:1 ആയിരുന്നു റേഷ്യോ. ആണോ? അല്ലേ? പകുതി. പക്ഷെ ഇവിടെ റേഷ്യോ മാറാം. അഥവാ ഒരു ലൈനിന്റെ സെന്ററിൽ തന്നെ പോയിന്റ് വരണമെന്നില്ല. ഇവിടെയൊക്കെ പോയിന്റ് വന്നാൽ എന്താ കാട്ടുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ റേഷ്യോ m:n ആണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള കോർഡിനേറ്റ് ഇതാ ഇങ്ങനെയായിരിക്കും വരിക. എ കോർഡിനേറ്റ് നോക്കിക്കോളൂ. എയുടെ കോർഡിനേറ്റ് x1 y1, ബിയുടെ കോർഡിനേറ്റ് x2 y2. ഇത് രണ്ടും മുറിക്കുന്ന ഒരു പോയിന്റ് ആണ് പി. ഈ ലൈനിനെ മുറിക്കുന്നത് m:n മറക്കണ്ട. ഇപ്പൊ ഇത് 2:3 ആണെങ്കിൽ മനസ്സിലാക്കുക 2 ഉം 3 ഉം ടോട്ടൽ ഇത് എത്ര പാർട്ടായിരിക്കും? 5 പാർട്ടായിരിക്കും. ഓക്കെ, അതില് 3 പാർട്ട് ഇവിടെയും 2 പാർട്ട് ഇപ്പുറത്തും ഇങ്ങനെ വരിക. ഇതാണ് റേഷ്യോ എന്ന് പറഞ്ഞാല്. ഇത് 2, 3 ആണെന്നല്ല, ടോട്ടൽ 5 പാർട്ടാണെങ്കിൽ അതിൽ 2 പാർട്ട് ഇപ്പുറത്തും 3 പാർട്ട് അപ്പുറത്തും. ഇവിടെ 20 ആണെങ്കിൽ അവിടെ 30 ആണോ? അല്ലേ? 10 2 പാർട്ട്, അവിടെ 10 3 പാർട്ട്. അങ്ങനെയായിരിക്കും കൺസെപ്റ്റ് വരിക. സോ ഇതിലെങ്ങനെയാണ് മുറിച്ചു കിടക്കുന്ന ബിന്ദുവിന്റെ കോർഡിനേറ്റ്സ് കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇക്വേഷൻ. m x2 പ്ലസ് n x1. ഓപ്പോസിറ്റ് ആണ്. m ഇവിടെ നിന്ന് x1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട സുഖമല്ലല്ലോ. അപ്പൊ m എന്താട്ടി? സുഖം കണ്ടെത്താൻ വേണ്ടി അപ്പുറത്തേക്ക് ചാടി mx2 പ്ലസ് n എന്താട്ടി? അപ്പൊ ഇപ്പുറത്തേക്കും ചാടി nx1. mx2 പ്ലസ് nx1 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര പാർട്ട് ഉണ്ട്? m ഉം n ഉം കൂട്ടിയാൽ ടോട്ടൽ ഇത് എത്ര പാർട്ട് ഉണ്ട്? ഈ വരാം m+n ആണോ? അല്ലേ? വൈന്റെ ഞാൻ പറഞ്ഞിട്ടില്ല. വൈന്റെ നിങ്ങൾ പഠിക്കുക. എന്താ എക്സിലോടത്തൊക്കെ എന്താട്ടിയാൽ മതി? y ആക്കി കൊടുത്താൽ മതി. ഇതായിരിക്കും ആ പി എന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് വരിക. പി എന്ന പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് പറഞ്ഞോളി mx2 പ്ലസ് nx1 ഡിവൈഡഡ് ബൈ m+n. ഇനി ഇവിടെ y കോർഡിനേറ്റ് my2 പ്ലസ് ny1 ഡിവൈഡഡ് ബൈ m+n. ഇത് സ്കൂളിൽ ചിലപ്പോൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ വേറെ ഇക്വേഷൻ ആയിട്ടായിരിക്കും പഠിച്ചിട്ടുണ്ടാകുക. x1 പ്ലസ് എക്സ് കോർഡിനേറ്റ് x1 പ്ലസ് m/m+n ഇൻറ്റു x2 മൈനസ് x1 എന്നൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെ വൈയും. അപ്പൊ അത് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആണെന്ന് ചില കുട്ടികൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഇക്വേഷൻ സജസ്റ്റ് ചെയ്യുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. എങ്ങനെ ചെയ്യാം നോക്കിക്കോ. ഈ ക്വസ്റ്റ്യനിൽ എന്താടാ പറഞ്ഞിട്ടുള്ളത്? ക്വസ്റ്റ്യൻ നമ്പർ 1, ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് coordinate of point A are 3, 2 and the coordinate of the point B are 8, 7. Calculate the coordinate of the point P and Q which divides AB in the ratio. അതൊന്നുമില്ല, സിമ്പിൾ ആണ്. ഇത് ലൈനാണ്. ഈ ലൈനിലുള്ള ഒരു പോയിന്റ് ആണ് A 3, 2. അതേപോലെ തന്നെ ഈ ലൈനിലുള്ള അടുത്തൊരു പോയിന്റ് ആണ് B 8, 7. ഇനി ഇതിനെ രണ്ടിനെയും മുറിച്ചു കിടക്കുന്ന പി ക്യൂ എന്നീ 2 പോയിന്റുകളുടെ കോർഡിനേറ്റ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ആദ്യം ഞാൻ ഇതിന്റെ കാണിച്ചു തരാം. നോക്കിക്കോ. ഇപ്പൊ പി എന്ന പോയിന്റ് ഇവിടെയാണ് വരിക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് മുറിക്കുന്ന റേഷ്യോ 2:3 ആണ്. ക്വസ്റ്റ്യനിൽ ഉണ്ട്. എ ക്വസ്റ്റ്യൻ മാത്രമാണ് ഞാൻ ഇപ്പൊ ചെയ്യുന്നത്. ബി ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കുക. സോ നോക്കിക്കോ എങ്ങനെ ചെയ്യാൻ നോക്കിക്കോ. പിയുടെ കോർഡിനേറ്റ് കാണുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ഇക്വേഷൻ അറിയണം. എന്താ ഇക്വേഷൻ? mx2 പ്ലസ് nx1 ഡിവൈഡഡ് ബൈ m+n, my2 പ്ലസ് ny1 ഡിവൈഡഡ് ബൈ m+n. മനസ്സിലാക്കുക. ഇവിടെ ഈക്വേഷൻ ചെയ്യുന്ന സമയത്ത് ആരൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് m, ഇതാണ് n, ഇതാണ് x1, ഇതാണ് y1, ഇതാണ് x2, ഇതാണ് y2. സിമ്പിൾ ആയിട്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക പറഞ്ഞാണ്. ഇത് x കോർഡിനേറ്റും y കോർഡിനേറ്റും. m ഇൻറ്റു x2 ആണ്. m ഇവിടെയാണ്. അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള പോയിന്റിന്റെ x എടുക്കുക 8. അഥവാ m എത്രയാണടാ മക്കളെ? ഇവിടുത്തെ m എത്ര? 2 ഇൻറ്റു അവിടുത്തെ ഓപ്പോസിറ്റ് 8 പ്ലസ് n എത്ര? 3 ഇൻറ്റു x1 3 ഡിവൈഡഡ് ബൈ m n കൂട്ടുക 2 പ്ലസ് 3. ഇതേപോലെ തന്നെ m ഇൻറ്റു y2 പ്ലസ് n ഇൻറ്റു y1 എത്ര?
2 divided by 2 plus 3. So you will get 2 into 8 is 16 plus 3 into 3 9 അഥവാ 16 plus 9 25 divided by 5 comma 20 divided by 5. You will get the points 5 comma 4 is the right answer. ഇതേപോലെ തന്നെ ക്യൂബ് ചെയ്യുക. ചെറിയ വ്യത്യാസമുള്ളൂ. എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2:3 എന്നുള്ളത് മാറും 3:2 എന്നാവും കേട്ടോ. ഇത് ചെയ്ത് നോക്കുക. സോ അടുത്തതാണ് ലൈൻ മാത്സ്. വരയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ചാപ്റ്ററിന്റെ പകുതിയോളം പോർഷൻസ് നമ്മൾ തീർത്തു. സോ നമുക്ക് ലൈൻ മാത്സ് ഡിസ്കസ് ചെയ്യാം. ലൈൻ മാത്സ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഒരു ലൈനിലെ ഏതെങ്കിലും രണ്ട് പോയിന്റുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലൈനിന്റെ സ്ലോപ്പാണ് എപ്പോഴും ആദ്യമായിട്ട് പഠിച്ചിരിക്കേണ്ടത്. സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ, ചരിവ് അല്ലെങ്കിൽ സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു വെച്ചോളൂ. എം ഇസ് ഈക്വൽ ടു സ്ലോപ്പിനെ എം എന്നാണ് വിളിക്കുക. ചേഞ്ച് ഇൻ വൈ ഇതാണ് ഇക്വേഷൻ കേട്ടോ. ചേഞ്ച് ഇൻ സ്ലോപ്പ് ഇസ് ഈക്വൽ ടു സ്ലോപ്പ് എം അല്ലെങ്കിൽ ചരിവ് എം ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വൈ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ എക്സിലുള്ള ചേഞ്ച് ഡിവൈഡഡ് ബൈ വൈയിലുള്ള ചേഞ്ച് ഡിവൈഡഡ് ബൈ എക്സിലുള്ള ചേഞ്ച്. എങ്ങനെ ചേഞ്ച് കാണുക? ലാസ്റ്റിൽ നിന്ന് ഒരു പോയിന്റിന്റെ വൈയിൽ നിന്ന് അടുത്ത പോയിന്റിന്റെ വൈ കുറച്ച് നോക്കിയാൽ ചേഞ്ച് മനസ്സിലാവും. ചേഞ്ച് എങ്ങനെ കാണാന്നുള്ളത് നോക്കിക്കോളൂ. ഇതാണ് ഇക്വേഷൻ. y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. ഇതായിരിക്കും ചെരിവ് അല്ലെങ്കിൽ സ്ലോപ്പിന്റെ ഇക്വേഷൻ വരിക. സോ ഇത് പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ ചെരിവ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇക്വേഷനിൽ തന്നെ മാറ്റിമറിച്ച് ഉണ്ടാക്കുന്നതാണ് ഇക്വേഷൻ ഓഫ് ലൈനിന്റെ ഇക്വേഷൻ y മൈനസ് y1 ഇസ് ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x1. ഈ രണ്ടെണ്ണം പഠിച്ച ലൈനുമായിട്ട് ബന്ധപ്പെട്ടുള്ള മിക്ക ക്വസ്റ്റ്യൻസിനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്താണ് സ്ലോപ്പ്, എന്താണ് ചെരിവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. ഇപ്പൊ 3-6 ആണെന്ന് എഴുതിക്കോ. അപ്പൊ 5-10 എവിടെ വരിക? അത് കാണാൻ സിമ്പിൾ ആണ്. അഥവാ 3-6 5-10 പോകണമെന്നുണ്ടെങ്കിൽ എക്സിലുള്ള ചേഞ്ച് എന്താ? 3 5 അഥവാ എക്സ് എപ്പോഴും റൈറ്റ് ഓർ ലെഫ്റ്റ് ആണ് പ്രൊപ്പഗേറ്റ് ചെയ്യുക. സോ എക്സിലുള്ള ചേഞ്ച് 2 യൂണിറ്റ് ആണ്. അതേപോലെ തന്നെ വൈയിലുള്ള ചേഞ്ചോ 6 നിന്ന് 10 പോകുന്ന പറഞ്ഞാൽ വൈ എപ്പോഴും ഹൈറ്റിനെയാണ് സൂചിപ്പിക്കുക. അഥവാ 6 പോരാ, ഹൈറ്റ് കൂടണം, 10 ആവണം, അഥവാ ഒരു 4 കൂടി വരണം. ദാറ്റ് മീൻസ് 2 യൂണിറ്റ് റൈറ്റിലേക്കും 4 യൂണിറ്റ് മുകളിലേക്കും പോയി. ഇവിടെ നമ്മൾ എവിടെയാണോ എൻഡ് ചെയ്യുന്നത് ആ പോയിന്റ് ആണ് 5-10. ഇതാണ് ആ ലൈന്. ഓക്കെ ആണല്ലോ? ഇതാണ് ആ ലൈന്, മറക്കരുത്. സോ ഇങ്ങനെയാണ്. ബാക്കി ഈ ഒരു സാധനമൊന്നും വേണ്ട, ഈ ചേഞ്ച് പറഞ്ഞൊന്ന് മനസ്സിലാക്കിയെന്നുള്ളൂ. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ആ ഒരു ചേഞ്ച് ഇൻ വൈ ഉണ്ടല്ലോ. ഇപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയപ്പോ ഒരു ചേഞ്ച് വന്നല്ലോ. ആ ചേഞ്ച് ആണ് നമ്മൾ സ്ലോപ്പ് ആയിട്ട് എഴുതുന്ന സമയത്ത് എഴുതുക. അപ്പൊ 3-6 അതേപോലെ തന്നെ 3-6 അതേപോലെ തന്നെ 5-10 ഈ ലൈനിന്റെ സ്ലോപ്പ് കാണുന്നുണ്ടെങ്കിൽ സിമ്പിൾ ആണ്. സ്ലോപ്പ് എം ഇസ് ഈക്വൽ ടു ഇവിടുത്തെ y2 മൈനസ് y1 അഥവാ അവിടെയുള്ള വൈയിൽ നിന്ന് ഇവിടെയുള്ള വൈ കുറക്കുക ഡിവൈഡഡ് ബൈ എക്സുകൾ തമ്മിൽ കുറക്കുക. എക്സ് 5 മൈനസ് 3 10 മൈനസ് 6 4 ബൈ 5 മൈനസ് 3 2 4 ബൈ 2 2ആയിരിക്കും ഈ ലൈനിന്റെ സ്ലോപ്പ്. ഇനി ഇവിടെ നിന്ന് അടുത്ത പോയിന്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും ഈ ലൈനിന്റെ സ്ലോപ്പ് തന്നെ ആയിരിക്കും, 2 തന്നെ ആയിരിക്കും. സോ മനസ്സിലാക്കുക എങ്ങനെയാണ് സ്ലോപ്പ് കാണാന്നുള്ളത്. നിങ്ങൾ കുറെയൊക്കെ ബേസിക്സ് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ ചെയ്യുന്ന സമയത്ത് പ്രൂവ് ദാറ്റ് ദ പോയിന്റ്സ് 1 2 2 4 3 6 ആർ ഓൺ ദി സെയിം ലൈൻ. ഇത്രയേ ഉള്ളൂ. 2 രീതിയിൽ ചെയ്യാം. ഒന്നാമത്തെ രീതി ഞാൻ പറഞ്ഞുതരാം. 1 2 2 4 3 6 ഇങ്ങനെ 3 പോയിന്റുകളാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള. എഴുതിക്കോ. അഥവാ ഈ ലൈനിന്റെ ഒറ്റ ലൈനാണെന്നാണ് തെളിയിക്കേണ്ടത്. അല്ലാതെ ഇവിടെ നിങ്ങോട്ടൊന്നും അല്ല എന്ന് നമ്മൾ തെളിയിക്കണം. അപ്പൊ നമുക്ക് സിമ്പിൾ ആണ് തെളിയിക്കാൻ. സിമ്പിൾ ആണ്. ഇങ്ങോട്ട് നോക്കിക്കോ. ഇതാ ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ് എന്നാണ് എഴുതിക്കോ. ഒരൊറ്റ ലൈനിലാണെന്ന് എങ്ങനെ നമ്മൾ തെളിയിക്കുക എന്നുള്ളതാണ് ചോദ്യം. ആദ്യം ഞാൻ എന്തായിട്ടാണെന്നറിയോ, 1 2 മുതൽ 2 4 വരെയുള്ള സ്ലോപ്പ് കാണാം. 1 2 മുതൽ 2 4 വരെയുള്ള സ്ലോപ്പ് എന്താ? സ്ലോപ്പ് ഇസ് ഈക്വൽ ടു, ഞാൻ M1 എന്ന് വിളിക്കുകയാണ്. സ്ലോപ്പ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ y അഥവാ y2 മൈനസ് y1. 4 നിന്ന് 2 കുറക്കുക ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. 2 നിന്ന് 1 കുറക്കുക. യു വിൽ ഗെറ്റ് 2/1 എന്നാവില്ല 2. അതേപോലെ തന്നെ അടുത്തത് ഈ 2 4 നിന്ന് 3 6 സ്ലോപ്പ് M2 എന്ന് എടുക്കാം. M2 എങ്ങനെ കാണുക? ഇതേപോലെ തന്നെ y2 മൈനസ് y1 അവിടുത്തെ വൈയിൽ നിന്ന് ഇവിടുത്തെ y കുറക്കുക. അതേപോലെ തന്നെ x2 മൈനസ് x1 അവിടുത്തെ എക്സിൽ നിന്ന് ഇവിടുത്തെ x കുറക്കുക. സോ ദാറ്റ് മീൻസ് 2/1. ദാറ്റ് ഈസ് ഓൾസോ 2 ആണോ അല്ലേ? അഥവാ ഇവിടെ നിങ്ങോട്ടുള്ള ലൈനിന്റെ ചെരിവും 2 ആണ്, ഇവിടെ നിങ്ങോട്ടുള്ള ലൈനിന്റെ ചെരിവും 2 ആണെന്ന് പറഞ്ഞാൽ ഇതൊരൊറ്റ ലൈനാണ്. ഈ 3 പോയിന്റുകളെ കണക്ട് ചെയ്യുന്ന ഒരൊറ്റ ലൈനാണ്. ഇനി എങ്ങാനും നിങ്ങൾക്ക് ചെരിവ് വ്യത്യാസം കിട്ടിയാലോ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? ഇവിടെ നിങ്ങോട്ടൊരു ചെരിവും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടൊരു ചെരിവും. ഇങ്ങനെ ആയിരിക്കും പോയിന്റ്സ് വരും. ഇതല്ല,
ഇവിടെ നിന്ന് ഇങ്ങോട്ടൊന്നും പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടൊന്നും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊന്നും പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊന്നും, ഇങ്ങനെ ആയിരിക്കും വരിക. അതൊരു ലൈനല്ല, പല പല ലൈനാണ്. അപ്പോൾ ചെരിവ് സെയിം ആണെന്ന് മാത്രം നോക്കിയാൽ മതി. സോ അതേപോലെ തന്നെ വേറൊരു പരിപാടി കൂടി ഉണ്ട് ഇവിടെ ചെയ്യാൻ. നോക്കിക്കോളൂ. ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഏതൊക്കെ പോയിന്റ് ആണ് ചെക്ക് ചെയ്യേണ്ടത്? 1 2 2 4 3 6 അല്ലേടാ മക്കളെ? ആണോ അല്ലേ? ഇത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ ഉണ്ട്. ഇവിടുത്തെ എക്സുകൾ മാത്രം എഴുതുക. 1 2 3. വൈകൾ മാത്രം എഴുതുക. 2 4 6. എടാ ഇതിന് ഫസ്റ്റ് ടേം എന്താ? 1 അല്ലേ? കോമൺ ഡിഫറൻസ് എന്താ? 1 അല്ലേ? ഇവിടുത്തെ ഫസ്റ്റ് ടേം 2 അല്ലേ? കോമൺ ഡിഫറൻസ് 2 അല്ലേ? ദാറ്റ് മീൻസ് ഇതും ഒരു അരിത്തമാറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണിയാണ്, ഇതും ഒരു അരിത്തമാറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണിയാണ്. ഇങ്ങനെ രണ്ടും ഒരേ സമാന്തര ശ്രേണിയില വെവ്വേറെ സമാന്തര ശ്രേണിയിലാണെങ്കിലും എക്സ് കോർഡിനേറ്റുകൾ ഒരു സമാന്തര ശ്രേണിയാണ്, വൈ കോർഡിനേറ്റുകളും ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. രണ്ടും അരിത്തമാറ്റിക് സീക്വൻസുകളാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഈ 3 പോയിന്റും ഒരേ ലൈനിലാണ്. ഇനി അടുത്ത പോയിന്റ്സ് പറയാൻ പറ്റുമോ? ഈ ലൈനിലുള്ള അടുത്ത 2 പോയിന്റ് പറയാൻ പറ്റുമോ? സിമ്പിളാണ്. എന്താ ചെയ്യുക? 3 ഉള്ളത് അടുത്ത് എന്തായിരിക്കും? 4. ഇവിടെ എന്തായിരിക്കും? 8, അഥവാ 4 8. അതേപോലെ തന്നെ അടുത്ത 4 കഴിഞ്ഞാൽ അവിടെ 5ഉം വൈൻ്റെ സ്ഥാനത്ത് 10ഉം ആയിരിക്കും വരിക. ആണോ അല്ലേ? ഇത് എത്ര 1000 പോയിന്റ് വേണമെങ്കിൽ 1000 പോയിന്റ് എഴുതാം. നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കോളൂ. ഒരു ലൈനിലുള്ള പോയിന്റ് 25 ആണ് തന്നിട്ടുണ്ട്. അതിന്റെ സ്ലോപ്പ് തന്നിട്ടുണ്ട് -2/3, അഥവാ ചരിവ് തന്നിട്ടുണ്ട്. ചരിവിനെ നമ്മൾ വിളിക്കുക m എന്നാണ്. m -2/3 ആണ്. അതേപോലെ തന്നെ ഈ ലൈനിലുള്ള ഒരു സ്ലോപ്പ് പോയിന്റ് ആണ് 2,5. ഇതാണ് നമ്മുടെ x1 y1. ഇങ്ങോട്ട് നോക്കിക്കോളൂ. അടുത്ത പോയിന്റുകൾ കാണാൻ വളരെ സിമ്പിൾ ആണ്. ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ലോപ്പിന്റെ ഇക്വേഷൻ ഓർമ്മ ഉണ്ടല്ലോ. ചേഞ്ച് ഇൻ y ബൈ ചേഞ്ച് ഇൻ x, അഥവാ y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ആയിരിക്കും. അഥവാ വൈയിലുള്ള ചേഞ്ച് ഡിവൈഡഡ് ബൈ എക്സിലുള്ള ചേഞ്ച്. എടാ ഇപ്പത്തെ 0.25 അല്ലെ? ഇതിൽ നിന്ന് തന്നെ ഞാൻ ആ ചേഞ്ച് വെച്ചുണ്ടാക്കട്ടെ. ഇവിടുത്തെ 2, ഇവിടെ 5. ആണോ അല്ലേ? ഇവിടെടാ ഇതല്ലേടാ മക്കളെ, ഇതല്ലേടാ ചേഞ്ച് ഇൻ y. നിങ്ങൾ പറഞ്ഞ ചേഞ്ച് ഇൻ y ഇതല്ലേ? അഥവാ വൈയിലുള്ള ചേഞ്ച് എവിടെയാടാ കൊടുക്കുക? വൈമല്ലേ കൊടുക്കുക, അല്ലാതെ എക്സുമ കൊണ്ടുപോയി വലത്തിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് വൈയിലുള്ള ചേഞ്ച് എത്രയാണ്? -2 ആണ്. അതുകൊണ്ട് ഞാൻ -2 ഇവിടെ കൊടുത്തു. ഇവിടുത്തെ y ഇതാണ്, ഇവിടുത്തെ എക്സ് ഇതാണ്. അഥവാ പോയിന്റ്സ് ഞാൻ എഴുതി 2 5 എഴുതി. അതിൽ വൈയിലുള്ള ചേഞ്ച് എപ്പോഴും -2 ആയിരിക്കും. അതേപോലെ തന്നെ എക്സിലുള്ള ചേഞ്ച് എന്തായിരിക്കും? എക്സിലുള്ള ചേഞ്ച് എന്തായിരിക്കും ഇവിടെ മക്കളെ? 3 അല്ലേടാ? 3 അല്ലേ? അപ്പൊ എക്സിലുള്ള ചേഞ്ച് 3 ആണ്. അത് ഇവിടെ കൊടുത്തു. 3 + 3 ആണോ -3 ആണോ? +3. കാരണം എന്താ? അതിന് ചിഹ്നമല്ല, അഥവാ +3 ആണ്. അഥവാ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സ്ലോപ്പിന്റെ ഇക്വേഷൻ എപ്പോഴും മനസ്സിലാക്കുക. y2 - y1 എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ y, വൈയിലുള്ള ചേഞ്ച്. x2 - x1 എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ x, എക്സിലുള്ള ചേഞ്ച്. ഇവിടെ 2 5 എന്ന് പറഞ്ഞൊരു പോയിന്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇവിടെ വൈയിലുള്ള ചേഞ്ച് എന്താ? സ്ലോപ്പിന്റെ മേലുള്ള ആളാണ്. വൈയിലുള്ള ചേഞ്ച് -2. അത് ഞാൻ ഇവിടെ കൊടുത്തു, വൈന്റെ ഒപ്പം കൊടുത്തു. വൈക്ക് അവിടെ അല്ലേ ചേഞ്ച് വരുന്നത്. അതേപോലെ തന്നെ എക്സിലുള്ള ചേഞ്ച് എന്താ? 3 അല്ലേ? 3 പറഞ്ഞാൽ +3 ആണ്. അത് ഞാൻ ഇവിടെയും കൊടുത്തു. ഇപ്പൊ അടുത്ത പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. 2 + 3 ആണ് 5, 5 - 2 3. ഇതായിരിക്കും അടുത്ത പോയിന്റ്. ഇനി അടുത്ത പോയിന്റ് കൂടി വേണം. സിമ്പിളാ. ഇതേപോലെ തന്നെ എക്സ് ചെയ്ത 5, y ചെയ്ത 3. ആണോ അല്ലേ? ഇവിടെ സ്ലോപ്പ് പ്രകാരം പറഞ്ഞാണ് എക്സിലുള്ള ചേഞ്ച് എന്താ? പറഞ്ഞോളൂ. ഇതാ ഞാൻ ഒന്നുകൂടി എഴുതിത്തരാം. -2/3. വെറും 3 എന്ന +3 ആണ് എഴുതിക്കോ. സ്ലോപ്പ് പ്രകാരം വൈയിലുള്ള ചേഞ്ച് ആണ് മേലുണ്ടാകുക. എപ്പോഴും വൈയിലുള്ള ചേഞ്ച് ആണ് മേലുണ്ടാകുക. വൈയിലുള്ള ചേഞ്ച് -2. ദാറ്റ് മീൻസ് ഇവിടെ ചേഞ്ച് -2. അതേപോലെ തന്നെ എക്സിലുള്ള ചേഞ്ച് എന്താ? 3 അല്ലേ? ഇത് +3 അല്ലേ? എക്സിലുള്ള ചേഞ്ച് ഇതാണ്. ഡിയിലുള്ളതാണ് എക്സിലുള്ള ചേഞ്ച് ഉണ്ടാകുക, അഥവാ +3. അത് ഇവിടെയും വരും. എന്തുവരും അടുത്ത പോയിന്റ്? x 5 + 3 8, 3 - 2 1. അഥവാ മിനിമം ബുദ്ധിയിൽ ഒരു കുട്ടിക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അടുത്ത പോയിന്റ് ഇതേപോലെ തന്നെ എത്ര വരും? 11, -1. അതേപോലെ തന്നെ 14, -3. ഇതങ്ങനെ ഇവിടെ y 2 കുറഞ്ഞു പോവും, x 3 കൂടി വരും. ഓക്കെ ആണല്ലോ? സിമ്പിൾ അല്ലേ? അടുത്തത് വി ആർ ഗോയിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ പഠിച്ച ലൈനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഇനി ഉണ്ടാവാൻ പോവില്ല. ശ്രദ്ധിച്ചു കേട്ടോ. ഇതാണ് ക്വസ്റ്റ്യൻ. നോക്കിക്കോളൂ. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ജോയിനിങ് ദ പോയിന്റ്സ് -1 1 2 7. അഥവാ 2 പോയിന്റുകൾ തന്നിട്ടുണ്ട്, -1 1, അതേപോലെ തന്നെ 2 7. മനസ്സിലാക്കേണ്ട കാര്യം, ഇതിനെ x1 y1 എന്ന് വിളിക്കുക, ഇതിനെ x2 y2 എന്ന് വിളിക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ട കണ്ടോട്ടോ എങ്ങനെയാണ്? ആദ്യം എപ്പോഴും ഒരു ലൈന് കിട്ടിയാൽ സ്ലോപ്പ് തന്നിട്ടില്ല, സ്ലോപ്പ് കാണണം, ചെരിവ് കാണണം. ചെരിവിന്റെ ഇക്വേഷൻ എന്താടാ? y2 - y1 ബൈ
x2 minus x1 is equal to y2 എന്താ 7 minus y1 എന്താ 1 divided by x2 എന്താ 2 minus x1 എന്താ -1. That means 7 minus 1 6, 2 minus 1 3, d6 by 3 എന്ന 2 എന്നുള്ള ആൻസർ വരും. ഇതാണ് സ്ലോപ്പ് വരിക. അതേപോലെ തന്നെ അപ്പൊ സ്ലോപ്പ് കിട്ടി. ഇപ്പൊ സ്ലോപ്പ് 2 എന്ന് കിട്ടി. ഇതിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ സുഖമുള്ള ഒരു പോയിന്റ് ഞാൻ പറയണം -1 എടുത്തു. ഞാൻ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കണം. രണ്ടും ഈ ലൈനത്തെ പോയിന്റ് ആണ്. നമുക്ക് ആവശ്യമുള്ളത് ഇക്വേഷൻ എഴുതാൻ നമുക്ക് ഒരൊറ്റ പോയിന്റിന് ആവശ്യം മതി. ഇക്വേഷൻ ഓർമ്മ ഉണ്ടോ? ലൈനിന്റെ ഇക്വേഷൻ എഴുതുന്ന ഓർമ്മല്ലേ? y minus y1 is equal to m into x minus x1 എന്നുള്ളതാണ് ഇക്വേഷൻ. സോ നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് y minus y1 എന്ന് പറഞ്ഞാൽ എന്താ? y1 എന്ന് പറഞ്ഞാൽ എന്താ? y1 എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുത്തെ ഈ പോയിന്റിന്റെ x ആണ് x1, ഇതാണ് y1 ട്ടോ, മറക്കരുത്. അപ്പൊ y1 1 കോമ is equal to m എത്ര? 2 അല്ലേ? 2 into x മൈനസ് x1 എന്താ? 1 -1 അഥവാ x മൈനസ് ഓൾറെഡി മൈനസ് ഉണ്ട്, പിന്നെ -1 ഉണ്ട്, മൈനസ് ഉണ്ട്, രണ്ട് മൈനസ് വരും പ്ലസ് ആവും. സോ y -1 is equal to 2 into x മൈനസും മൈനസും പ്ലസ് 1. അപ്പൊ എന്താ വരിക? y -1 is equal to 2 into x. 2 into x നോക്കിക്കോട്ടോ. അതാ 2 into x ഇതാ. ഈ 2നെ x കൊണ്ട് ഗുണിച്ചാൽ 2 into x 2x ആണോ അല്ലേ? അതേപോലെ തന്നെ 2 into 1 പ്ലസ് 2 ആണോ അല്ലേ? സിമ്പിൾ അല്ലേ? ഇനി അതേപോലെ തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മളിപ്പോ ഇതിലുള്ള വൈനെ ഒറ്റക്കാക്കി നിർത്താൻ പോവാണ്. കണ്ടോളി. ഇതാ ഞാൻ ഈ വൈനെ എന്താ കാട്ടിയാണ്? വൈന്റെ ഒപ്പമുള്ള -1നെ ഞാൻ അപ്പുറത്ത് കാണിച്ച് അടിച്ചാണ്. ഈ -1നെ ഞാൻ അപ്പുറത്തേക്ക് ചാടിച്ചാണെന്ന് പറയുമ്പോൾ ഇത് അപ്പുറത്തേക്ക് ഒരൊറ്റ പോക്കണ്ട് പോലെടാ. അപ്പം പറഞ്ഞാണ് എന്താ വരിക? -1 അങ്ങോട്ട് ചാടിക്കഴിഞ്ഞാൽ -1 എയറിലാട്ടോ, അത് അങ്ങോട്ട് ചാടിക്കഴിഞ്ഞാൽ എന്ത് വരും മക്കളെ? അടുത്ത സ്റ്റെപ്പിൽ y ഒറ്റക്കാവൂലേ? ഇവിടെ 2x ഇവിടെ ഓൾറെഡി ഇല്ലേ, +2 ഇവിടെ ഓൾറെഡി ഇല്ലേ, -1 അങ്ങോട്ട് പാറിക്കഴിഞ്ഞാൽ എന്താവും? +1 ആകും. So that means 2x plus 3 എന്ന് വരും. ഇതായിരിക്കും ഇക്വേഷൻ ഓഫ് ദ ലൈൻ. ആണോ അല്ലേ? സോ സിമ്പിൾ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കടാ. പ്രൂവ് ദാറ്റ് എനി നമ്പർ x ദ പോയിന്റ് x, 2x plus 3 ലൈനിലുണ്ട്, അഥവാ x, 2x plus 3 ഈ ലൈനിലുണ്ട് എന്നാണ് തെളിയിക്കേണ്ടത്. നമ്മുടെ ഇക്വേഷൻ പ്രകാരം നമുക്കൊരു കാര്യം കിട്ടിയില്ലടാ. y is equal to 2x plus 3 നമുക്ക് കിട്ടിയില്ലടാ. നമ്മൾ ഏതൊരു പോയിന്റും ഈ ലൈനിലുള്ള ഏതൊരു പോയിന്റും കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ XY, ഇവിടെ XY എന്തായിരിക്കും വരിക? x പോലെ തന്നെ വരും. y എന്താണ് ക്വസ്റ്റ്യനിലുണ്ട്? 2x അല്ല, ഇക്വേഷനിൽ നമുക്ക് കിട്ടിയും 2x plus 3. ഇതേ പോയിന്റ് തന്നെയല്ലേടാ നമ്മളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. നമ്മളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞ പോയിന്റ് x, 2x plus 3 അല്ലേ? സോ നമുക്ക് പറയാൻ പറ്റും. എന്ത് പറയാൻ പറ്റും? x, 2x plus 3 ഈ ലൈനിലുള്ള പോയിന്റ് ആണ്. ഇക്വേഷൻ വൈസും വൈന്റെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് എന്താണടാ മക്കളെ? x, 2x plus 3 ഈ ലൈനിലുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. നമുക്കറിയാം ഇക്വേഷൻ പ്രകാരം y is equal to x plus 3 ഇക്വേഷനിൽ ഈ ലൈനിലുണ്ട്. ഇതിന്റെ കോമൺ ഫോം ആണ്. ദാറ്റ് മീൻസ് ഇങ്ങനെ x, y എഴുതി കഴിഞ്ഞാൽ ഇതാണ് കിട്ടുക. ഇത് തന്നെയാണ് നമ്മളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് ഈ ലൈനിലുണ്ട് എന്നുള്ളത് എഴുതി വെക്കുക. ഞാൻ ജസ്റ്റ് എഴുതി വെച്ചാൽ മതി കേട്ടോ. സോ we are going to equation of the circle, അല്ലെങ്കിൽ വൃത്തത്തിന്റെ സമവാക്യം രണ്ട് തരത്തിലുള്ള വൃത്തങ്ങളാണുള്ളത്. ഒരു വൃത്തത്തിന്റെ കേന്ദ്രം ആധാര ബിന്ദുവാണ്. എ സർക്കിൾ വിത്ത് ഒറിജിൻ ആസ് സെന്റർ, അഥവാ ഒറിജിൻ ആണ് ഇവിടുത്തെ സെന്റർ. എന്താ ഒറിജിൻ? x ആക്സിസും y ആക്സിസും കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് ഒറിജിൻ. ഈ ഒറിജിനിൽ കുത്തി ഞാനൊരു സർക്കിൾ വരച്ചാൽ ആ സർക്കിളാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ആ സർക്കിളിൽ ഒരു പോയിന്റ് ആണ് x, y എന്ന് എഴുതിക്കോ. എടാ മക്കളെ, നിങ്ങൾ കോർഡിനേറ്റ്സിൽ പഠിച്ചിട്ടില്ലേ? ഒറിജിനിൽ നിന്ന് 0 നിന്ന് ഏതെങ്കിലും ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാ കാടുക? ഡിസ്റ്റൻസ് d is equal to √(x² + y²). പക്ഷെ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇവിടെ പണ്ട് എനിക്ക് ഒന്നുമില്ലായിരുന്നു, പക്ഷെ ഇന്ന് എനിക്കെല്ലാം ഉണ്ട്. കുടിക്കാൻ കൊക്കക്കോള ഉണ്ട് എന്നൊക്കെ പറയണ മാതിരി ഒറിജിൻ എന്ന് വെറും ഒറിജിനൽ ഒരു സർക്കിളിന്റെ മൊത്തം സെന്റർ ആണ്. അതേപോലെ തന്നെ XY വെറും ഒരു XY അല്ല, ഒരു സർക്കിളിലുള്ള ഒരു പോയിന്റ് ആണ്. അഥവാ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് സർക്കിളിലുള്ള പോയിന്റിലേക്ക്, അല്ലെങ്കിൽ വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലേക്ക് വരയ്ക്കുന്നവരാ ഞങ്ങളുടെ നാട്ടിലൊക്കെ റേഡിയസ് എന്നാണ് വിളിക്കാറുള്ളത്. സോ ആ റേഡിയസ് ആണ് ഇവിടെ കാണാനുള്ളത്. ജസ്റ്റ് ഇക്വേഷൻ ഒന്ന് മാറും. റേഡിയസ് r is equal to √(x² + y² എന്ന് വരും. ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ റൂട്ട് ഇങ്ങോട്ട് ചാടിയാൽ എന്താവും? r² ആവൂലേ? r² is equal to x² + y² അല്ലേടാ മക്കളെ? ഇതൊന്ന് തിരിച്ചെഴുതി കഴിഞ്ഞാലല്ലേടാ ഈ സർക്കിളിന്റെ ഈക്വേഷൻ വരിക. അഥവാ സർക്കിളിന്റെ റേഡിയസ് കാണാൻ ഇതെടുത്താൽ മതി. ജസ്റ്റ് ഇതൊന്ന് തിരിച്ചെഴുതി നോക്കി. x² + y² is equal to r². ഇതൊന്ന് തിരിച്ചെഴുതിയാൽ സർക്കിളിന്റെ ഇക്വേഷൻ ആയി. വൃത്തത്തിന്റെ സമവാക്യം ഇതാണ്. ആദ്യത്തെ വൃത്തത്തിന്റെ സമവാക്യം പഠിച്ചു വെക്കുക. അടുത്തതായിട്ട് നമ്മൾ കോമൺ ആയിട്ട് പറയാൻ പോകുന്നത്, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ ഒരു ഡൗട്ടും നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് കുറവാണ്. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ.
നോക്കിക്കോ, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ വിത്ത് സെൻട്രൽ ടു ദ ഒറിജിൻ. ഒറിജിനിലാണ് സെൻട്രൽ, റേഡിയസ് 5 ആണ്. എങ്ങനെ ചെയ്യാം നോക്കാം. അഥവാ ഇപ്പൊ ഞാനൊരു നോക്കിക്കോട്ടോ, ഞാൻ എക്സ് ആക്സിസ് വരയ്ക്കുകയാണ്, വൈ ആക്സിസ് വൈ, ഇത് എക്സ്, ഇത് വൈ ട്ടോ. ഞാനിവിടെ ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. ഒറിജിൻ സെന്റർ ആയിട്ടുള്ള ഒരു സർക്കിളാണ്. ഒറിജിൻ ആണ് ഇതിന്റെ സെന്റർ. സോ ഇനി നോക്കിക്കോ, എങ്ങനെ നോക്കാം നോക്കിക്കോ. ഇവിടെ ഞാൻ ഈ സർക്കിളിന്റെ സെന്റർ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളത് ഒറിജിനെയാണ്. ഒറിജിൻ O എന്ന് പറഞ്ഞാൽ 0 0 ആണ്, മറക്കരുത്. അതേപോലെ തന്നെ സർക്കിളിൽ ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് അറിയില്ല, അതുകൊണ്ട് x, y എന്നെടുത്തു. ഈ സർക്കിളിന്റെ റേഡിയസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 5 ആണ്. ഈ സർക്കിളിന്റെ റേഡിയസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 5 ആണ്. ഈ സർക്കിളിന്റെ റേഡിയസ് എത്രയാണ്? 5 ആണ്. ആണോ അല്ലേ? ക്വസ്റ്റ്യൻ എന്താ? ഇക്വേഷൻ കാണാനാണ്. ഇക്വേഷൻ എന്താടാ? x² പ്ലസ് y² ഇസ് ഈക്വൽ ടു r² അല്ലേടാ മക്കളെ? ഇതാണ് സർക്കിളിന്റെ ഇക്വേഷൻ ഒറിജിൻ സെന്റർ ആണെങ്കിൽ. അപ്പൊ x² അവിടെ നിന്നോട്ടെ, ഒന്നും കുഴപ്പമില്ല, y² അവിടെ നിന്നോട്ടെ, r എത്രയടാ? 5 അല്ലേ? റേഡിയസ് 5 അല്ലേ? സോ 5a² എന്ന് വരും. സോ എന്ത് വരും? x² പ്ലസ് y² ഇസ് ഈക്വൽ ടു x² പ്ലസ് y² ഇസ് ഈക്വൽ ടു 5ന്റെ സ്ക്വയർ 25 എന്നുള്ള ആൻസർ വരും കേട്ടോ. അത്രേ ഉള്ളൂ പരിപാടി. ഇനി ഇതിലുള്ള 8 പോയിന്റിന്റെ കോർഡിനേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. പ്ലീസ് ലിസൺ ഹിയർ. സിമ്പിൾ ആയിട്ട് ഞാൻ 12 പറഞ്ഞുതരാം. അങ്ങോട്ട് പോയിക്കോട്ടോ. 8 പോട്ടെ, 12 ഞാൻ പറഞ്ഞുതരാൻ പോണത്. ഇതിന്റെ റേഡിയസ് 5 ആണെന്ന് പറഞ്ഞാൽ ഇതും 5 തന്നെയല്ലേ? ഇതും 5 തന്നെയല്ലേ? പോയോ? ഈ റേഡിയസ് 5 ആണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന റേഡിയസും 5, അടിയിക്കാണെങ്കിലും 5, ലെഫ്റ്റിലേക്കാണെങ്കിലും 5, മേലേക്കാണെങ്കിലും 5. ഇതൊക്കെ റേഡിയസ് അല്ലേ? എന്താടാ ഒറിജിനിൽ നിന്ന് 5 യൂണിറ്റ് അകലെയുള്ള ഈ ഒരു പോയിന്റ് അല്ലേ കാരടാ മക്കളെ 5 അല്ലെ? എക്സാം 1 2 3 4 5. അപ്പൊ 5ന്റെ കോർഡിനേറ്റ് എന്താ? 5 0. ഇനി ലെഫ്റ്റിലേക്കാണെങ്കിലോ 5 യൂണിറ്റ് ലെഫ്റ്റിലേക്ക് പറയുമ്പോൾ -1 -2 -3 -4 -5. ഇത് -5 ആയിരിക്കും. എക്സ് ആക്സിൽ ആയതുകൊണ്ട് -5 0. ഇതേപോലെ തന്നെ ഇവിടെ കണ്ടൂടെ 0 5. ഇവിടെ എന്തായിരിക്കും വരിക? 0 -5. അഥവാ റേഡിയസ് 5 ആണെന്ന് പറഞ്ഞാൽ തന്നെ 4 പോയിന്റ് 5 0 0 5 -5 0 0 -5. സിമ്പിൾ അല്ലേ? ഇനി ഒരു കാര്യം പറഞ്ഞുതരാം. ഞാനൊരു കാര്യം ഇക്വേഷൻ ആയിട്ട് എഴുതിയ ഓർമ്മ ഉണ്ട്. x² പ്ലസ് y² ഇസ് ഈക്വൽ ടു 25. ഇവിടെ ആരുടെയൊക്കെ സ്ക്വയർ കൂട്ടിയാലോടെ 25 5ന്റെ സ്ക്വയർ അല്ലേ? 5ന്റെ സ്ക്വയർ ഇട്ടണമെങ്കിൽ എന്തായാലും അതിനേക്കാൾ ചെറിയ 2 നമ്പറുകളുടെ സ്ക്വയർ കൂട്ടണം. അത് മിനിമം ബുദ്ധിയുള്ള ഒരു കുട്ടിക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. 5ന്റെ സ്ക്വയർ കിട്ടാൻ നമ്മൾ ഇത്രയും കാലം പഠിച്ചിട്ടുണ്ട്. 3ന്റെ സ്ക്വയർ ആയിട്ടുള്ള 9ഉം 4ന്റെ സ്ക്വയർ ആയിട്ടുള്ള 16ഉം കൂട്ടിയാൽ കിട്ടുന്നത് 5ന്റെ സ്ക്വയർ ആയിട്ടുള്ള 25 ആണ്. അഥവാ എക്സ് ആയിട്ട് ഞാൻ 3നെയും y ആയിട്ട് ഞാൻ 4നെയും എടുത്താൽ എനിക്കൊരു പോയിന്റ് കിട്ടിയില്ലടാ. x, y ആയിട്ട് നമുക്കൊരു പോയിന്റ് കിട്ടിയില്ല. ഏതായിരിക്കും വരിക? 3, 4. ഒരു പോയിന്റ് കിട്ടിയില്ലേ? 3ന്റെ സ്ക്വയർ എത്രയടാ? 9. 4ന്റെ സ്ക്വയർ 16. രണ്ടും കൂടി കൂട്ടി എത്ര? 25. അത് തന്നെയാണ് നമ്മുടെ സർക്കിളിന്റെ ഇക്വേഷനും. അഥവാ എക്സും വൈയും കിട്ടി. 3 4 കിട്ടി. ഇത് വെച്ച് ഞാൻ 8 പോയിന്റ് കലക്കട്ടെ. 3 4 വെച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒക്കെ ഉണ്ടാക്കിക്കോളെ. 3 4 ഞാൻ തിരിച്ചിട്ടു. 4 3. അടുത്ത പറഞ്ഞു തരട്ടെ. 3 4 ഞാൻ 2നും മൈനസ് ഇട്ടു. -3 -4. അപ്പൊ തിരിച്ചിടാൻ പോയി. അപ്പൊ ഞാൻ വെറുതെ തിരിച്ചിട്ടു. -4 -3. ഞാൻ 3ന് മാത്രം മൈനസ് എടുത്തു. 4ന് അവിടെ നിർത്തി. അപ്പൊ പിന്നെയും തിരിച്ചിടാൻ പോയി. ഞാൻ തിരിച്ചിട്ടു. ഇനി ഞാൻ 3ന് മൈനസ് എടുത്തില്ല. അപ്പൊ സങ്കടം മാറ്റാൻ 4ന് മാത്രം മൈനസ് എടുത്തു. അപ്പൊ പിന്നെ ഞാൻ തിരിച്ചിട്ടു. അഥവാ എത്ര പോയിന്റ് കിട്ടി? ആദ്യം 4 കിട്ടി, പിന്നെ ഒരു 8 കിട്ടി. ടോട്ടൽ എത്ര കിട്ടിയടാ? 12 കിട്ടി. എത്ര ചോദിച്ചിട്ടുള്ളൂ? 8 ചോദിച്ചിട്ടുള്ളൂ. നമ്മൾ 8 ചോദിച്ചാൽ 12 തരും. അതാണ് മാത്സിഡോ. സോ നമ്മൾ വി ആർ ഗോയിങ് ടു ദി ലാസ്റ്റ് ടോപ്പിക്. ഈ ടോപ്പിക് കൂടി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിയാണ് മക്കളെ. ശ്രദ്ധിച്ചിരുന്നോളൂ. എന്തെങ്കിലും കൺഫ്യൂഷനുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ്, ഇതാണ് നമ്മുടെ വൈ ആക്സിസ്. നമ്മൾ പറയാണ് സെന്ററിൽ മാത്രം, ഒറിജിനൽ മാത്രമേ സെന്റർ സർക്കിൾ കുത്തിയാണ്ട് സർക്കിൾ എടുക്കാൻ പറ്റുള്ളൂ. അല്ല, ഞാൻ ഏതെങ്കിലും ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൽ കൊണ്ടുപോയി സർക്കിൾ കുത്തി, എന്നിട്ട് ഞാനൊരു കോമ്പസ് കുത്തി, ഞാനൊരു സർക്കിൾ വരച്ചു. സോ ഇവിടെയുള്ള പോയിന്റിനെ ഞാൻ വിളിക്കുന്ന കോർഡിനേറ്റ് ആണ് A, B ആണോ അല്ലേ? ഇനി അതേപോലെ തന്നെ ഇവിടെ സർക്കിളും ഉള്ള ഒരു പോയിന്റ് ആണ് x, y. നിങ്ങൾ പഠിച്ചിട്ടില്ലടാ, ഒരു പോയിന്റ് x1 y1, ഒരു പോയിന്റ് x2 y2. എങ്ങനെയാടാ ഡിസ്റ്റൻസ് കാണുക? ഡിസ്റ്റൻസ് ഓർമ്മ അടിച്ചില്ല. d = x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. ഇവിടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ചെറിയൊരു പ്രശ്നമുണ്ട്. ഇവിടെ x2 മൈനസ് x1 അല്ല, ഇവിടെ എക്സും ഇവിടെ എയുമാണ്. ദാറ്റ് മീൻസ് x മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ്
വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ. ജസ്റ്റ് ഒന്ന് മാറി പോയിന്റ്സിന്റെ കോർഡിനേറ്റ് നോക്കിയത് എക്സ് കോമ വൈയും എ കോമ ബിയും ആണ്. ഇവിടുത്തെ എക്സിൽ നിന്ന് ഇവിടുത്തെ എക്സ് കുറക്കുക, എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈകൾ തമ്മിൽ കുറക്കുക, വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ. ഇത് ഡിസ്റ്റൻസ് അല്ല. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് എനിക്ക് എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ഒരു പോയിന്റ് സെന്റർ ആണ്, ഒരു പോയിന്റ് സർക്കിളിലാണ്. ദാറ്റ് മീൻസ് അവിടെയുള്ള ഡിസ്റ്റൻസ് ആണ് റേഡിയസ്. ഇതുകൊണ്ട് റേഡിയസ് ആണ്. ഇനി റൂട്ടിനെ ഞാൻ ഇങ്ങോട്ടിട്ടാൽ എന്ത് വരും? ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് വരും. അത് തിരിച്ചെഴുതിയാൽ സർക്കിളിന്റെ ഇക്വേഷൻ ആയി. അഥവാ സർക്കിളിന്റെ റേഡിയസിന്റെ ഇക്വേഷൻ ആണത്, സർക്കിളിന്റെ ഇക്വേഷൻ ആണത്. സെയിം ഇക്വേഷൻ ആണ്, ജസ്റ്റ് ഒന്ന് ഓർഡർ മാറ്റി എഴുതിയിട്ടേ ഉള്ളൂ. റൂട്ടുള്ളത് ഇങ്ങോട്ട് തട്ടി, അപ്പൊ ആർ സ്ക്വയർ ആയി. ഞാനത് തിരിച്ചെഴുതി. ആർ സ്ക്വയർ ഇവിടെ ഇതിന്റെ വരാൻ ഞാൻ ഇപ്പുറത്ത് എഴുതി, ഇത്രേ ഉള്ളൂ. സോ അത് പഠിച്ചു വെക്കുക. ഇതില് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, സർക്കിൾ ഇസ് ഡ്രോൺ വിത്ത് ലൈൻ ജോയിനിങ് 2, 3 and 4, 7 as ഡയമീറ്റർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ആ ഷേപ്പുകൾ വരച്ചാൽ പെട്ടെന്ന് കിട്ടും. 2, 3 ഇതാ ഞാൻ ഇവിടെ പറയാണ്. ഇതാണ് 2, 3 എന്ന് പറയാണ്. ഇതാണ് 2, 3. ഇത് 4, 7 ആണെന്ന് പറയാണ്. ഇത് 4, 7 ആണ്. സോ ഇതാണ് ഡയമീറ്ററിന്റെ രണ്ടറ്റം. ഇപ്പൊ ഡയമീറ്റർ ആണെന്ന് എഴുതിക്കോ. ഇനി ഈ ഡയമീറ്ററിന്റെ സെന്റർ ഉണ്ടാവില്ലേ, ഈ സെന്ററിന്റെ കോർഡിനേറ്റ് എങ്ങനെ ഇടാക്കാണ്? സിമ്പിൾ അല്ലേ, മിഡ് പോയിന്റ് അല്ലേ, ഡയമീറ്ററിന്റെ മിഡ് പോയിന്റ് അല്ലേ. എക്സുകൾ കൂട്ടുക, എക്സ് ഇവിടുത്തെ എക്സ് 2, ഇവിടുത്തെ എക്സ് 4, 2ഉം 4ഉം കൂട്ടിയ 6, 6ന്റെ പകുതി 3. അതേപോലെ തന്നെ വൈ 3, 7, 3ഉം 7ഉം കൂട്ടിയ 10, 10ന്റെ പകുതി 5. സിമ്പിൾ അല്ലേടാ. 3, 5 ആയിരിക്കും കോർഡിനേറ്റ് വരിക. സെന്ററിന്റെ കോർഡിനേറ്റ്, വാട്ട് ആർ ദി കോർഡിനേറ്റ് ഓഫ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ? 3,5. അതേപോലെ തന്നെ അടുത്ത ചോദ്യം, വാട്ട് ഈസ് റേഡിയസ്? സിമ്പിൾ അല്ലേടാ. 3,5ൽ നിന്ന് 4,7ലേക്കുള്ള ദൂരം കണ്ടാ പോരെ. ഇതല്ലേടാ എന്താ ഇക്വേഷൻ വരിക? റേഡിയസ് ഇസ് ഈക്വൽ റൂട്ട് ഓഫ് എക്സുകൾ ഡിസ്റ്റൻസ് x2 മൈനസ് x1. അല്ലെങ്കിൽ ഞാനൊരു ഇക്വേഷൻ പഠിച്ചതല്ലേ, ഇത് ചെയ്താൽ മതി കേട്ടോ. സെന്റർ എന്താ 3ഉം 5ഉം ആണ്. ഒരു പോയിന്റ് എന്താ 4ഉം 7ഉം ആണ്. എന്താ റേഡിയസിന്റെ ഇക്വേഷൻ പറഞ്ഞോളൂ? റൂട്ട് ഓഫ് എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ. എങ്ങനെ ചെയ്യാട്ടാ? റൂട്ട് ഓഫ് എക്സ് എന്താ 4 മൈനസ് ഇവിടുത്തെ സെന്ററിന്റെ എക്സ് ആണ് എ, അപ്പൊ 4 മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് 7 minus 5 whole square, that is equal to root of 1 square plus 2 square, that is equal to root of 1 plus 4, that is equal to root of 5. ആണോ അല്ലേ? റൂട്ട് 5 എന്ന് റേഡിയസ് കിട്ടും. അഥവാ ഇവിടുത്തെ റേഡിയസ് റൂട്ട് 5 ആണ്. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ? എടാ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ ഞാൻ പഠിപ്പിച്ചെന്നില്ലേടാ. ഇതെങ്ങനെ വരയ്ക്കുക? കുടുങ്ങിയല്ലോ. യെസ്, അടുത്ത പോകാം. നോക്കോ എങ്ങനെ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ ലാസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ആണ് ഇക്വേഷൻ. ഇവിടെ സെന്ററിന്റെ കോർഡിനേറ്റ് ആയിട്ടുള്ള എ കോമ ബി നമുക്ക് കിട്ടിയിരിക്കണം. എ കോമ ബി സെന്ററിന്റെ കോർഡിനേറ്റ് ക്വസ്റ്റ്യനിൽ ഉണ്ടല്ലോ. 3,5 അല്ലേടാ മക്കളെ, 3,5. അതേപോലെ തന്നെ റേഡിയസ് കിട്ടണം. റൂട്ട് 5 അല്ലേടാ മക്കളെ, റൂട്ട് 5 ആണോ അല്ലേ? എന്താ ഇക്വേഷൻ വരിക? എക്സും വൈയും അതേപോലെ തന്നെ നിന്നോട്ട് സിമ്പിൾ ആയിട്ട് ചെയ്താണ് പറഞ്ഞാണേ. എന്താ വരിക? ഇതേ ഇക്വേഷൻ എന്ന് എക്സ് മൈനസ് എ എന്താ 3 അല്ലേ? ഇതാണ് സെന്ററിന്റെ എയും ബി കേട്ടോ. സെന്ററിന്റെ കോർഡിനേറ്റ് എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു റേഡിയസിന്റെ സ്ക്വയർ ആണ്. റേഡിയസ് എത്ര? റൂട്ട് 5. അപ്പൊ റേഡിയസിന്റെ സ്ക്വയർ റൂട്ട് 5ന്റെ സ്ക്വയർ. എടാ മക്കളെ, റൂട്ടും സ്ക്വയറും വന്നാൽ വെട്ടിപ്പോലെ. ബാക്കി ഇവിടെ എന്താ ഉണ്ടാകുക? 5 മാത്രം ബാക്കി ഉണ്ടാകും. സോ അടുത്ത ബ്രാക്കറ്റ് ഒന്നും പൊട്ടിക്കാൻ നിൽക്കണ്ട കേട്ടോ. എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 5. ഇതായിരിക്കും നമ്മുടെ ഇക്വേഷൻ വരിക. മറക്കണ്ട.